അയ്യോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാനും റയ്യാനും റീസിയും എൻ്റെ വീട്ടിൽ പോവാ കേട്ടോ. ഞാൻ റിസമോളെ അന്ന് വാതിൽ പൂട്ടണം കേട്ടോ. പിന്നെതാ റയ്യാൻ കണ്ട് നോക്കത്തെ മീനും കാണിച്ചെടുക്ക്. മീനും കാണിച്ചെടുക്കടാ ഇതാട്ടോ. അതിൻ്റെ അടുത്ത് കൊണ്ടുപോവല്ലേ. അതുണ്ടോ റയ്യാൻ്റെ മീൻ കണ്ടില്ലേ? റയ്യാൻ തന്നെ ആരെ പിടിച്ചോടുന്ന കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അന്ന് ലാസ്റ്റ് കോട്ടേഴ്സാട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വെറുതെ പോവാണ്. വൈകുന്നേരം ചിലപ്പോൾ രാത്രിയൊക്കെ ആവും വരാൻ. ഇതിൻ്റെ തട്ടാട്ടോ, ഞാനിപ്പോൾ ഈ ചുരിദാർ ഇട്ടണം. അപ്പോൾ പൂട്ടിയോ ചെരുക്ക് പൂട്ടി നോക്കട്ടെ. ഇങ്ങനെ പോന്നു നോക്കാം. അപ്പോൾ കൊണ്ട താക്കോലുണ്ടോ? താക്കോലുണ്ടോ? അപ്പോൾ റൂം പൂട്ടി ഞങ്ങളിനി വീട്ടിൽ പോകട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ പോവാണ്. അപ്പോൾ മോനുവിന് എൻ്റെ വീട്ടിൽ ഒരുപാട് മീനുകൾ ഇട്ടോ. അന്ന് ലൈവിൽ നിങ്ങൾ കുറേ കണ്ടതല്ലേ അല്ലേ മോനോ? ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാവരും കുളിയും പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോവാട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം വീട്ടിലേക്ക്. ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് രാവിലത്തതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിൽ പോവാ. ഇന്ന് മഴ പെയ്യാതിരിക്കട്ടെ. ഞാൻ തുണികളൊക്കെ പുറത്തോട്ട് മൂക്കിൽ കൈ എടുക്കും. അപ്പോൾ പോവാട്ടാ. അപ്പോൾ ഗൈസ് ഇന്ന് ഞായറാഴ്ച കൊണ്ട് അങ്ങാടിയൊക്കെ വലിയ കടകളൊന്നും തുറന്നിട്ടില്ല. ഇവിടെയുള്ള ഫാൻസി ഇതിലുണ്ടോ ഞാൻ ആദ്യം വർക്ക് ചെയ്തിനത്. ഇവിടെ ഉള്ള സമയത്ത് മദീന ഫാൻസി ഈ ഇതിൻ്റെ നേരെ ബാക്കിൽ നമ്മളെ റൂം. പിന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിന് എനിക്കും അതൊന്നും ഇല്ല, ഒക്കെ പൂട്ടി. ഗൈസ് ഞാനും റയ്യാനും നടന്നു പോകാട്ടോ. ഞങ്ങൾ നടന്നു പോകാനുള്ള ദൂരം കേട്ടോ. റിയമോള് മുന്നിൽ വാശി പിടിച്ച് പോകുന്നുണ്ട്. ഓക്ക് ഭയങ്കര ദേഷ്യം ഓളെ കാണിച്ചീന്. അപ്പോൾ മോനതാ സാവനപ്പ് കുപ്പിയിലെ വീട്ടിക്കണേ നടക്കുന്ന കിടക്കടി. ആ റീസ പോണോ പോര് പിടിച്ച് പോവാണ്. ഡേ പോകാൻ കണ്ട കൈസ് അത് വളവ് 1.5 വളവാട്ട കൈസ്. ഇവിടുന്ന് ഇടക്കിടക്ക് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാലുണ്ട്. അയ്യ മുന്നിക്ക് പോയിക്കണോ ഇതുണ്ടോ ചെടി. ഈ മോള് ഓടി അവിടെ എത്തിട്ടോ. അവിടെ വാശി പിടിച്ച് പോയതാ. പക്ഷെ നമ്മളടുത്തുള്ള ബസ്സൊക്കെ അതാ പോണു. പാടം കണ്ടില്ലേ? വാശി പിടിച്ച് പോണ കൈസ്. എടുക്കാൻ്റെ ഓടി എന്നിട്ട് വാശി പിടിച്ച് കടല്ലേ വല്ലത്. ഇതിൽ റിലീസ് ചെയ്യണ്ട, അമ്മമാടെ ബക്കറ്റിൽ കൊണ്ടിടാം. പാടം കൈസ്, പാടം. എന്നിട്ട് നമ്മളിവിടുത്തെ റോഡ്. അപ്പോൾ കൈസ് ഇതാണ് നമ്മളിവിടുത്തെ പാടം. അടിപൊളിയാണ്. അപ്പോൾ കൈസ് ഞങ്ങൾ അങ്ങാടി പള്ളിപ്പീടിൻ്റെ അങ്ങാടി കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ വീട്ടിലേക്ക്. ചുറ്റുവറം പാടാ കൈസ്. ഇത് പാടയിന് പണ്ടൊക്കെ പാടയിന് ഇവിടെയൊക്കെ നെല്ലുണ്ടായിന്. ഇപ്പോൾ കാടൊക്കെ പിടിച്ച് ചില വാഴയും പിന്നെ റംബുട്ടാൻ്റെ മരങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് പൂളക്കിഴങ്ങിൻ്റെ കൃഷിയാണ് ഗൈസ്. ഇവിടുന്ന് അങ്ങനെ ആ തലവരെ പൂളക്കിഴങ്ങിൻ്റെ കൃഷിയാണ്. അയ്യാ പോണു റയ്യാനെ ആയിരടാ. അപ്പോൾ മുത്തുമണികളെ വീട്ടിലേക്ക് ഏകദേശമൊക്കെ എത്താനായിട്ടാണ് നടന്ന് നമ്മളിങ്ങനെ വീഡിയോസും വർത്താനം പറഞ്ഞൊക്കെ നടക്കുമ്പോൾ എത്തിയത് അറിഞ്ഞില്ല. അപ്പോൾ അതാ ആ റോഡ് നമ്മൾ ആദ്യം ഇവിടെ ഒരു പഴയ ഓടിട്ട് വീടുണ്ടായിരുന്നു. അവിടെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വാടകയ്ക്ക് പണ്ട് പൂവുണ്ട് ഗൈസ്. നല്ല രസമല്ലേ കാണാൻ. ചെയ്ത്താൻ പൂവൊന്നല്ല, വേറെന്തോ കോളാമ്പി പൂ പോലെയാണ്. അതെല്ലാവർക്കും അറിയാം. മോനും റിസി മുന്നിൽ കിടക്കി. നമ്മൾ ഏകദേശം അങ്ങനെ എത്തിട്ടോ. ഇത് കൂടെ ഏട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി. നടക്ക് മുന്നിക്ക് നടക്കേ. മഴ പെയ്തുകൊണ്ട് ചുറ്ററം കാട് ഒടിച്ചു വീണു. പൊന്തയും പുല്ലും ഒക്കെ പാടെ പച്ചപ്പ്. അതാട്ടൻ്റെ വീട്. ഇതൊക്കെ എൻ്റെ ഒപ്പം വെച്ച വായ കേട്ടോ. ഇതിമേലൊരു കൊല ഉണ്ടായിരിക്കണു ഗൈസ്. മൂത്തിട്ടില്ല തോന്നുന്നുണ്ട്. മൂത്തിട്ടില്ല. ഇവിടെ ഒക്കെ ഇതാക്കണു തുളസി.
തുളസി, പനികൂർക്ക, അവിടെയും തുളസി, തെച്ചി, അങ്ങനെ കേട്ടോ. അപ്പം മുത്തുമണികളെ ഞാൻ വീട്ടിലെത്തി. സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ പണികളൊന്നും വെറുതെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ നേരത്തെ പണികൾ കഴിഞ്ഞു. അനിയത്തിയൊക്കെ ഉണ്ട്. അനിയത്തി ഇവിടെ അടിച്ചവരൊക്കെയാണ്, ആകെ വൃത്തിയൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ പണിയൊന്നും വെറുതെ കഴിഞ്ഞിട്ടില്ല. ഞാൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുക. അവിടെ ഫുള്ള് കച്ചറൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുക സിറ്റ് ഔട്ടിൽ. പിന്നെ അനിയത്തി കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ ഒന്നാമത് വരുന്ന എല്ലാവരും ഉണ്ടാകുമ്പോഴൊക്കെ രസം ചെയ്തിട്ടാണ് വന്നത്. പിന്നെ അതുമല്ല അവിടെ റേഷൻ വീട്ടിൽ അരി കഴിഞ്ഞിരിക്കണു. അപ്പോൾ അരി നാളെ തിങ്കളാഴ്ച കിട്ടിയിട്ട് വേണം. അപ്പോൾ അരി ഇല്ല. പിന്നെ ഇവിടുന്നൊക്കെ ചോർന്നിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ വന്നതാണ്. പിന്നെ വേറെ എന്താ കൈസ് വിശേഷം? ഇത് ഞങ്ങളെ പേരൻ്റെ അടുത്ത് സിറ്റ് ഔട്ട് വാഷ കേട്ടോ. ഇത്ത ഫുള്ള് പച്ച പിടിച്ചോളും. ഇതൊക്കെ ഇപ്പം വെച്ച വായ കേട്ടോ. അതിലും വായക്കൊലുണ്ട്, ഇതിലും ഉണ്ട്. ഒക്കെ ഇപ്പം വെച്ചാണ്. ഇവിടെ മറ്റേത് കാണാനല്ല. അവിടുത്തെ കൊല അവിടെ പോയി. മറവിൽ കാണുന്നുണ്ട്. പിന്നെ ഇത് പഞ്ചായത്തിൽ മറ്റേ പഞ്ചായത്ത് വെള്ളം വരുന്നതാട്ടോ. പിന്നെ അങ്ങനെയൊക്കെയാണ് കൈസ്. പിന്നെ അതാക്കണു കണ്ടോ, അത് നീന്ത്രക്കൊല കേട്ടോ. അതെന്താ തത്തമ്മേ? എന്തത്? അല്ല, അവിടെ കണ്ടില്ലേ? എവിടെ? അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്. റീസമോൾ ഇതവിടെ ശരിക്കിരിക്ക്. ഫിഷ് ഉണ്ട്. അപ്പോൾ മുത്തുമണികളെ അനിയത്തിൻ്റെ കുട്ടികളും എല്ലാവരും പാടെ ഉണ്ടാകുമ്പോൾ നല്ല രസമാട്ടോ. അപ്പോൾ ഞാൻ ഓരോ കൂടെ അങ്ങനെ ഇരുന്ന് കളിക്കുക കേട്ടോ. ഓരോരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കളികളൊക്കെ ഇരുന്ന് കണ്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് പരി വന്നപ്പോൾ ഒരു സേലമാങ്ങ കിട്ടിക്കണു. അത് ഉപ്പും മുളകും സുറുക്കിയിട്ട് കഴിക്കുക ഞങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ ഗൈസ് ഇതിന്ന് പകുതി പീസ് അനിയത്തിക്ക് വേണമെങ്കിൽ അനിയത്തി കൊടുത്തത്. ഞങ്ങൾ ഈ പകുതി പീസ് കൊണ്ട് ഉപ്പും സുറുക്കിയും ഇപ്പം തന്നെ തൊള്ളി വെള്ളം വരുന്നത് അടങ്ങി നിൽക്കുമോ? ഉപ്പും സുറുക്കിയും ഒക്കെ വേണം ഇട്ടിട്ട് അപ്പോൾ ഗൈസ് എന്താ കാണുന്നത് മാങ്ങ, മുളക്, ഉപ്പ്, പഞ്ചസാരൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കഴിക്കട്ടെ. ചോദിക്കു വേണ്ട. ആണേ ഗൈസ് ഉമ്മ ചോറ് വെച്ചോളൂ. ഗൈസ് മീൻകറിക്ക് ഉമ്മ തക്കാളി വേവിച്ചിട്ട് അരക്കും, എന്നിട്ട് കറി വെക്കും കേട്ടോ. നല്ല രസമാണ്. നമ്മളെ മരത്തൊക്കെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ പച്ചമാങ്ങയും ഉപ്പും സുർക്കയും തുള്ളി പഞ്ചസാരയും മുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ടുള്ള
മാങ്ങ കഴിച്ചു. ശരിക്കും വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ, എന്നിട്ട് നല്ലോണം ഒരു പേസ്റ്റ് പോലെ ആക്കണം. പക്ഷേ ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടായില്ല, അതുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. സൂപ്പറാണ്, സൂപ്പർ. പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് അധികം കഴിക്കണമെന്ന് നല്ലതല്ല കേട്ടോ. പച്ചമാങ്ങ കണ്ടപ്പോൾ മുറിച്ചുങ്ങാണ്ട് നമുക്ക് ഉപ്പ് സുർക്കിടാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടുങ്ങാണ്ട് കഴിച്ചാട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കുഞ്ഞി മത്തി കിട്ടിക്കണം ഉമ്മാക്ക്. ഉമ്മ കറി വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ കണ്ടില്ലേ തക്കാളി വേവിച്ചിരിക്കണം. ഇവിടെ അങ്ങനെ കേട്ടോ, തക്കാളി വേവിച്ചിട്ട് ചൂടാറിന് ശേഷം മിക്സിയിൽ അടിച്ചിട്ട് അത് കറി വെക്കും. നല്ല രസമാണ്. ഉമ്മാൻ്റെ ചോറും ഉമ്മ ചോറ് വെച്ചാൽ തന്നെ നല്ല രസമാണ്, കറി വെച്ചാലും രസം. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, ഞാൻ വന്നേക്കണേ എനിക്ക് നിങ്ങളെ കറിയൊക്കെ കൂട്ടാൻ പൂജയാവാൻ. അങ്ങനെ അപ്പം ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കട്ടോ, അപ്പോൾ വാങ്ങി കൊടുക്കാനായി. അപ്പം ഞാൻ പോയി നിസ്കരിക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ചോറുന്നാൻ പോവാട്ടോ. ഉമ്മാൻ്റെ മീൻകറി കൂട്ടിയിട്ട് കുറേ കഴിക്കുന്നതാണ്. നല്ല മുളകിട്ട മത്തി, കുഞ്ഞി മത്തി, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം പണ്ടൊന്നും മീൻ കൂട്ടിയില്ല കേട്ടോ, അപ്പം കൂട്ടിൽ തുടങ്ങി. പിന്നെ ചോറ്, മത്തൻ കറി, കുമ്പളങ്ങ കറി, മത്തൻ്റെ ഇല കറി വെച്ചു. മത്തന് ഉപ്പേരിയല്ല കൂട്ടാനും വെച്ചുകൊണ്ടു. അപ്പോൾ ചോറ് മറ്റേ കുഞ്ഞാമ്മൻ്റെ മരുവിനൊക്കെ വന്നേനു കേട്ടോ. അപ്പോൾ ഓരൊക്കെ കുറച്ച് നേരം സംസാരിച്ച് നിന്ന് ഓരൊക്കെ പോയി. നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഞാനൊരു 4 മണിയാകുമ്പോൾ പോകും കോട്ടേഴ്സ്ക്ക്. ഇപ്പം 3:15 കഴിഞ്ഞു. ഇനി ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് ഞാൻ പോകും. മഴ വരുന്നതിൻ്റെ മുന്നേ ചിലപ്പോൾ പോകും കേട്ടോ. മഴ വന്നാൽ കുറച്ച് നേരമായി പോകും. മഴ ചോർന്നിട്ട് മഴ വരുന്നതിന് മുന്നേ പോകണം. പിന്നെന്താണ് കൈസ് വിശേഷം? ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, ഉറക്കമൊക്കെ വരുന്നുണ്ട്. ചെറുതായി തലവേനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാനിവിടെ അനിയത്തിൻ്റെ കുട്ടീൻ്റെ കൂടെ അങ്ങനെ കളിച്ച് കട്ടങ്ങളെല്ലാവരും. ഞാനുണ്ട്, റയ്യാനുണ്ട്, റീസ ഉണ്ട്, അനിയത്തിൻ്റെ കേട്ടോ. എവിടെ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു. അസർ പാൻ കൊടുത്തില്ല, അസർ പാൻ കൊടുത്തിട്ട് നിസ്കരിച്ച് ചായ കുടിച്ചു കേട്ടോ. ഓക്കെ, അതിനൊന്നും കാണണ്ട, അടുക്കി നിൽക്കി. അപ്പോൾ വൈകുന്നേരം ഉമ്മ അവലും ശർക്കരയും തേങ്ങയും കുഴച്ചിട്ടുള്ള കടിയും കട്ടൻ ചായ കേട്ടോ. ഞങ്ങളതെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് കേട്ടോ കഴിക്കണത്. ഞാൻ, അനിയത്തി, ഉമ്മ, മോന്, റീസ എല്ലാവരും പാടാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഉമ്മ അവല് കഴിച്ചത്. അപ്പോൾ എൻ്റെ ഉപ്പയും കുഞ്ഞാമ്മൻ്റെ മരുവനും കൂടെ പുറത്ത് പോയി വന്നിട്ടുണ്ടാകുമ്പോൾ ഞാൻ അവർക്ക് പാൽച്ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാൻ എന്തെങ്കിലും നിൽക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പാലും കുറച്ച് വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട്. അതിന് അവർക്ക് ചായ കൊടുത്തിട്ട്, അപ്പോൾ ഇനി അവർക്ക് ചായ കൊടുത്തിട്ട് ഞാൻ പോവും. ഞങ്ങൾ ചായ കുറച്ച് നേരത്തെ മുന്നേ കുടിച്ചോളൂ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ടുള്ളത് വെള്ളവും പാലും കൂടെ. അപ്പോൾ തിളക്കാനായിട്ടുണ്ട്. പൊടി ഇടട്ടോ, അപ്പോൾ പൊടി ഇടാം. പാൽച്ചായ ആകുമ്പോൾ നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ രസം ഉണ്ടാവുക.
ഒന്നും കൂടെ തിളക്കണം. ഞാൻ എങ്ങനെ ചായ ഉണ്ടാക്കല്. നമ്മളെ ചായ തിളച്ചു. മുത്തുമണിയിലെ ചായ റെഡി അടിച്ചിട്ട് പോരാ. പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ, കാരണം എൻ്റെ ഉപ്പാക്ക് നല്ല പഞ്ചസാര വേണം. പിന്നെ കുഞ്ഞാമ്മൻ്റെ മരുവർക്ക് പകരം പാകത്തിനുള്ള അതിൽ പഞ്ചസാര കിട്ടും കേട്ടോ. നല്ല അടിപൊളി പാൽ ചായ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം ഗൈസ് ചായ കൊടുത്തിട്ടുണ്ട്. ഉമ്മ കൊണ്ടേ കൊടുത്തു പോകും. ഹായ്. അപ്പം മുത്തുമണികളെ ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നേ. ഞാനും ഉപ്പയും കുഞ്ഞാമാൻ്റെ മരുവനും ഉമ്മയും അനിയത്തി എല്ലാവരും പാടെ സംസാരിച്ചിരുന്നപ്പോൾ സമയം ഒരുപാടായണ്ടോ, ഇരുട്ടായി. അപ്പം ഇനി ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് രാത്രിയും കൂടെ ഫുഡ് കഴിച്ചിട്ട് ഇക്ക വന്നിട്ട് ഒരുമിച്ച് പോകാമെന്നിങ്ങനെ വിചാരിച്ച് നിൽക്കണം. അപ്പോൾ ഇനി ഞാൻ ഇക്കാട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓളെടുത്ത് വന്ന് നിൽക്കുകയാണ്, നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നല്ല നല്ല കമൻസ് ഒക്കെ കേട്ടോ. നമ്മുടെ നല്ല പാട്ടുണ്ട് ഗൈസ്. ഇന്ന് പല്ലിക്ക് നല്ല പെരുന്നാളാണിതാ. പല്ലികളുണ്ടോ? പാറ്റ അല്ലോണുണ്ട്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.